വിശദമായ വാർത്തകളിലേക്ക് എന്തായാലും ചലച്ചിത്ര ലോകത്ത് നിന്നാണ് ഏറെ ശ്രദ്ധേയമായ വാർത്തകൾ പുറത്തുവരുന്നത്. നടി അൻസിബ തനിക്കെതിരെ ഗൂഢാലോചന നടത്തുന്നുവെന്ന് നടൻ ടിനി ടോം പറയുന്നു. അമ്മയിൽ സജീവമായി പ്രവർത്തിക്കുന്നയാൾ എന്ന നിലയിൽ തന്റെ വളർച്ച പലരും ഭയക്കുന്നു. അൻസിബ തിരക്കുകൾ കാരണം രാജിവെക്കുന്നുവെന്നാണ് അറിയിച്ചതെന്നും ടിനി ടോം പറഞ്ഞു. അൻസിബ ടിനി ടോമിനെ വ്യക്തിഹത്യ നടത്തുന്നുവെന്ന് നടി പ്രിയങ്കയും പ്രതികരിച്ചു. ഇങ്ങനെ രാജിവെച്ചു എന്നുള്ളൊരു കാര്യം അറിഞ്ഞല്ലോ എന്ന് പറഞ്ഞിട്ട് സ്പീക്കറിലിട്ടു. എന്നിട്ട് ഈ കുട്ടിയോട് ചോദിച്ചു എന്താ രാജിവെക്കാൻ കാരണം എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ സ്വന്തമായിട്ടുള്ള എന്തുണ്ടെങ്കിലും തുറന്നു പറയണമെന്ന് പറഞ്ഞു. സ്വന്തമായിട്ടുള്ള തിരക്കുകൾ കാരണമാണ്, അല്ലാതെ വേറൊന്നുമല്ല. നമ്മുടെ സെക്രട്ടറിയും നമ്മുടെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് ഇരിക്കുന്ന സ്ഥലത്ത് പേഴ്സണലായിട്ട് ചോദിച്ചിട്ട് ഒന്നുമില്ല, എൻ്റെ പേഴ്സണൽ തിരക്കുകളും കാരണമാണെന്നാണ് പറഞ്ഞത്. ഈയുമായിട്ട് ഞാൻ പ്രവർത്തിക്കുന്നവനാണ്, പ്രസംഗിക്കുന്നവരല്ലേ. നിങ്ങളുടെ മുന്നിൽ ഇതുവരെയായിട്ട് ഞാൻ വന്നിട്ടില്ലല്ലോ, അമ്മയുടെ കാര്യമായിട്ട് ഞാൻ ഒരു ഇതിന് വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ക്ലാരിഫിക്കേഷൻ തരുന്നത്. നമ്മൾ എക്സിബിഷനിസ്റ്റും അല്ല, ഞാൻ പ്രവർത്തിക്കുന്നവനാണ്. അപ്പോൾ പ്രവർത്തിക്കുന്നവരെ എന്തോ തകർക്കാനുള്ളൊരു ഗൂഢാലോചന നടത്തുന്നത് ഇങ്ങനെ പറയുന്നത് കേട്ടു എന്ന് വേറെ ആൾ പറഞ്ഞു കൊടുത്തു. ഞാനിങ്ങനെ വിളിച്ചിട്ടില്ല. എനിക്കെങ്ങനെയാണ് ഇസ്ലാമിലേക്ക് അല്ലെങ്കിൽ ജിഹാദി, എൻ്റെ കൂട്ടുകാർ മൊത്തം മുസൽമാന്മാരാണ്. ഇപ്പോൾ ഇവിടെ വരുന്നവരെല്ലാം എൻ്റെ അടുത്തുള്ള കറുകപ്പള്ളിയിൽ എൻ്റെ സുഹൃത്തുക്കളാണ്. ആൾക്കാരല്ല. ടിനിയെ കുറിച്ച്, ടിനി എൻ്റെ ഒരു സഹപ്രവർത്തകനാണ്, എൻ്റെ ഹസ്ബൻഡിൻ്റെയും കൂടെ ഒരു സഹപ്രവർത്തകനാണ്. ഒരുപാട് വർഷം കൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഇന്ന് വരെ ഞങ്ങൾ ലേഡീസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കെതിരെ ഒരു അംശം പോലും ടിനിയുടെ അടുത്ത് ഞങ്ങൾക്കൊരു വൃത്തികേടായിട്ടോ സംസാര രീതിയിലോ ഉണ്ടായിട്ടില്ല. അതുപോലെ ഒരാളെ വ്യക്തിഹത്യ ചെയ്യുന്നത് തെറ്റാണ്. ഇത് ശരിയല്ല ഈ ചെയ്യുന്നത്. എന്തെങ്കിലും നമുക്ക് പറയാനുണ്ടെങ്കിൽ അൻസിബയല്ല ആരായാലും അമ്മ എന്ന് പറയുന്ന അസോസിയേഷൻ്റെ തലമുത്ത കുറച്ച് നല്ല ആൾക്കാരുണ്ട്, ബഹുമാനിക്കേണ്ട ആൾക്കാരുണ്ട്. ലാലേട്ടൻ, മമ്മൂക്ക, ഇങ്ങനെയുള്ള കുറേ ആളുകളുണ്ട്. കൊച്ചിയിൽ നിന്നും ജിജീഷ് കരുണാകരൻ ചേർന്നുണ്ട്. ജിജീഷ്, എന്തായാലും നടി അൻസിബയുടെ പരാമർശങ്ങൾക്കെതിരെ വീണ്ടും ഗുരുതരമായ വെളിപ്പെടുത്തലുകളും പരാമർശങ്ങളും തന്നെയാണ് ഇപ്പോൾ ടിനി ടോം ഉന്നയിച്ചിട്ടുള്ളത്. തൊട്ടു പിന്നാലെ നടി പ്രിയങ്കയും അൻസിബയുടെ പരാമർശങ്ങൾക്കെതിരെ കടുത്ത നിലപാട് അറിയിച്ചിരിക്കുകയാണ്. എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്? ഇതുമായി ബന്ധപ്പെട്ട് അൻസിബ പറഞ്ഞിരിക്കുന്ന മുഴുവൻ ആരോപണങ്ങളും ടിനി ടോം നിഷേധിച്ചിരിക്കുകയാണ്. ഏതെങ്കിലും തരത്തിൽ അൻസിബയോട് മോശമായി പെരുമാറിയിട്ടില്ല. അൻസിബയ്ക്കെതിരായ ഒരു നീക്കവും തന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. വർഗീയമായ പരാമർശം നടത്തി എന്നത് തന്നെ അത്തരത്തിൽ തനിക്കെതിരായ ഉയർത്തിയിരിക്കുന്ന ആരോപണം പോലും തന്നെ ആശ്ചര്യപ്പെടുത്തുന്നതാണ് എന്ന കാര്യമാണ് ടിനി ടോം പറയുന്നത്. ആരോടും ഏതെങ്കിലും തരത്തിൽ അൻസിബയ്ക്കെതിരെ വർഗീയമായ പരാമർശങ്ങൾ നടത്തിയിട്ടില്ല. വർഗീയ സ്വഭാവമുള്ള ആളാണ് അൻസിബ എന്ന കാര്യം ഒരിടത്തും താൻ പറഞ്ഞിട്ടില്ല. ഇതെല്ലാം തന്നെ തെറ്റായ ആരോപണങ്ങളാണ് അൻസിബ ഉന്നയിക്കുന്നത് എന്നാണ് ടിനി ടോം പറയുകയും ചെയ്തിട്ടുള്ളത്. രാജിവെക്കുന്നതിനടക്കം തന്റെ സമ്മർദ്ദം കാരണമാണ് രാജിവെക്കാൻ അയച്ചത് എന്നതെല്ലാം ആരോപണങ്ങൾ മാത്രമാണ്. യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത ആരോപണങ്ങളാണ് അൻസിബ ഉന്നയിക്കുന്നത് എന്ന കാര്യമാണ് പ്രധാനമായും ഇക്കാര്യത്തിൽ ടിനി ടോം ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത്. ടിനി ടോമിന് പിന്തുണയുമായി നടി പ്രിയങ്കയും രംഗത്ത് വന്നിട്ടുണ്ട്. ടിനി ടോമിനെ പോലുള്ള ഒരാൾക്കെതിരെ ഇത്തരത്തിൽ തെറ്റായ ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. ഇത് പിൻവലിക്കണം എന്ന കാര്യം തന്നെയാണ് പ്രിയങ്ക പറയുകയും ചെയ്യുന്നത്. വലിയ ആരോപണങ്ങളായിരുന്നു അൻസിബ ഉന്നയിച്ചത്. തനിക്കെതിരായ നീക്കങ്ങൾക്കെല്ലാം പിന്നിൽ ടിനി ടോമാണ് പ്രവർത്തിക്കുന്നത് എന്നും ടിനി ടോമിന്റെ നീക്കങ്ങൾ കാരണമാണ് താൻ ഈ ഒരു സ്ഥാനത്ത് നിന്ന്, നേരത്തെ എക്സിക്യൂട്ടീവ് സ്ഥാനത്ത് നിന്ന് രാജിവെച്ചത് എന്ന കാര്യവും എല്ലാം തന്നെ പറഞ്ഞിരുന്നു. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് എത്തിയ ശേഷവും തനിക്കെതിരെ നിരന്തരമായ പ്രവർത്തനങ്ങൾ നടന്നു എന്ന കാര്യം അടക്കം ഇക്കാര്യത്തിൽ അൻസിബ ആരോപണങ്ങളായി ഉന്നയിച്ചിരുന്നു. ഈ ആരോപണങ്ങളെ എല്ലാം പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ട് തന്നെയാണ് പ്രധാനമായും ഇപ്പോൾ ടിനി ടോം മുന്നോട്ട് പോകുന്നത്. ഇത് അടിസ്ഥാനരഹിതമാണ്, തന്നെ അപകീർത്തിപ്പെടുത്താനാണ് ശ്രമം എന്ന കാര്യം തന്നെയാണ് ടിനി ടോം ആവർത്തിക്കുകയും ചെയ്യുന്നത്. ശരി, ജിജീഷാണ് വിവരങ്ങൾ നൽകിയത്.